ആരും പറയാത്ത കാര്യങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം. നമ്മൾ ഇതിൽ ഈ എപ്പിസോഡിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എപ്പിസോഡിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കാം. അതായത് ഈ രാജ്യദ്രോഹ നിയമം ഒരാളെ സർക്കാരിന് ഇഷ്ടമില്ലാത്ത ഒരാളെ ഉപദ്രവിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് രാജ്യദ്രോഹ നിയമം. അതായത് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നപ്പോൾ അവർ രാജ്യദ്രോഹ നിയമം ഉണ്ടാക്കി. അതായത് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകണം, അവരിവിടുന്ന് പോകണമെന്ന് പറയുന്ന രാജ്യദ്രോഹമായിരുന്നു അവരുടെ നിയമം അനുസരിച്ച്. അങ്ങനെയാണ് ഗാന്ധിജീനെ അറസ്റ്റ് ചെയ്തത്. ഗാന്ധിജിനെ അറസ്റ്റ് കൊണ്ട് ജയിലിലിട്ട്. അങ്ങനെയാണ്. അതായത് അവിടെ ആ രാജ്യം, അവിടെ ഇന്ത്യ ബ്രിട്ടീഷുകാർ ഭരിക്കുകയാണ്. അവരോട് പോകാൻ പറയുന്നത് രാജ്യദ്രോഹമാണെന്നാണ് അവർ പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് ഗാന്ധിജിനെ, ആ നിയമം വെച്ചാണ് ഗാന്ധിജിനെ അറസ്റ്റ് ചെയ്തത്. ആ നിയമം ഇപ്പോഴും ഉണ്ട്. ഈ രാജ്യദ്രോഹ നിയമം ഇപ്പോഴും ഉണ്ട്. അത് എടുത്തു കളയണമെന്നൊക്കെ പറഞ്ഞ് കോടതിയൊക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഉണ്ട്. ഒരാളെ ഉപദ്രവിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ്. സർക്കാരിന് ഇഷ്ടമില്ലാത്ത ആളാ ഇപ്പം എല്ലാവരും എന്തെങ്കിലും പറഞ്ഞാൽ രാജ്യദ്രോഹം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ജാമ്യം പോലും കിട്ടില്ല. പിന്നെ കോടതി പോയിട്ടൊക്കെ വേണം ജാമ്യം കൊടുക്കാൻ. അപ്പോൾ ഇപ്പം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എന്താ അവിടുത്തെ ഭരണാധികാരി മാറണമെന്ന് പറഞ്ഞാൽ അവനെ രാജ്യദ്രോഹം എന്ന് പറഞ്ഞാൽ ജയിലിലൊക്കെ അല്ല, അവനെ കൊണ്ടെത്തും, ചിലപ്പോൾ തലവിട്ടും. കാരണം അവിടെ അവർ ഭരണം പോകാതെ, അവിടുത്തെ ഈ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഭരണം പോകാതിരിക്കാൻ ഒരു സംഗതി ചെയ്തിട്ടുണ്ട്. ഇവർ മതത്തെ കൂട്ടിപ്പിടിച്ചിരിക്കുക. ഈ മതത്തിൻ്റെ സംരക്ഷകരവർ. അതുകൊണ്ട് അവരൊന്നും വിമർശിക്കാനോ അവർക്കെതിരായിട്ട് സംസാരിക്കാനോ ഒന്നും പൊതുജനങ്ങൾ മുതിരില്ല. മുതിർന്നു കഴിഞ്ഞാൽ മതത്തിനെതിരായിട്ട് സംസാരിച്ചു എന്നുള്ള വട്ടമാണ് അവരെ കൊണ്ട്. അവന് ഭയങ്കരമായിട്ട് ശിക്ഷയില്ല. അവിടെയൊക്കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എന്ത് ജനാധിപത്യമുള്ളൂ, വെറുതെ പ്രാകൃത രാജ്യമല്ലത്. അവിടെ കുറേ അപ്പോട്ടെ. അപ്പോൾ ഈ ഗാന്ധിജിനെയൊക്കെ അങ്ങനെ. അപ്പോൾ ഈ നമ്മളുടെ ഇവിടെയും ഒരാളെ ഉപദ്രവിക്കാൻ ഏതാനും ഒരു വർഷത്തിനും പാടുന്നുണ്ട്. നമ്മുടെ ലക്ഷദ്വീപിലെ ഒരു വനിതാ സിനിമാ സംവിധായിക ഏതാണ് നിസ്സാര കാര്യം പറഞ്ഞ് അത് ഗവൺമെൻറ്റിന്, BJP ഗവൺമെൻറ് എതിരായിട്ട് അവരതിനോട് സംസാരിച്ചു. ഇതേ കിടക്കണം. അവർ രാജ്യദ്രോഹ നിയമം വെച്ച് അറസ്റ്റ് ചെയ്യാനൊക്കെ നോക്കി. പക്ഷെ നടന്നില്ല. അത് കോടതി ജാമ്യം കൊടുത്ത്. അല്ല, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ രാജ്യദ്രോഹത്തെ പറ്റിയുള്ള കാര്യങ്ങൾ, രാജ്യദ്രോഹ നിയമത്തെ പറ്റിയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞാണ്, ഇപ്പോഴും പറഞ്ഞു. അത് ഞാനൊരു പുതിയ കാര്യം സംസാരിക്കുകയാണ്. അതായത് ഈ വാഹനാപകടങ്ങളിൽ അതിൽ കൊടുക്കുന്ന ശിക്ഷയെ പറ്റിയാണ്. ഇന്നിപ്പോൾ വാഹന അപകടങ്ങളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടൊരു ശിക്ഷയില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനങ്ങളൊക്കെ, ഈ മോട്ടോർ വാഹനങ്ങളൊക്കെ കണ്ടുപിടിച്ച ആദ്യകാലത്ത്, അന്ന് ഈ വാഹനങ്ങളൊക്കെ ഏത് നിമിഷവും അതിൻ്റെ സേഫ്റ്റിയൊക്കെ അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപകടങ്ങളൊക്കെ ഏത് നിമിഷം, ചിലപ്പോൾ പോണ വഴിക്ക് ചക്രമൊക്കെ തെറിച്ചു പോവും, അല്ലെങ്കിൽ വണ്ടിയുടെ ഏതെങ്കിലും ഭാഗങ്ങൾ തെറിച്ചു പോവും. അത്രയ്ക്ക് ആ തരത്തിലായിരുന്നു അന്നത്തെ വാഹനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പം അതുകൊണ്ട് ഈ വാഹനാപകടങ്ങൾ അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് വാഹനം ഓടിക്കുന്ന ആൾ ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു പഴയ കോൺസെപ്റ്റാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനല്ല. ഇന്നിപ്പോൾ ഒരു വാഹനാപകടം നടക്കണമെങ്കിൽ അതിൻ്റെ 99.9% ഉത്തരവാദിത്വം ഡ്രൈവർക്കാണ്. വേറെ വല്ല നിസ്സാര കേസുകളിൽ വേറെ വല്ല തരത്തിൽ വരാം. ഇപ്പം ടയർ പൊട്ടിപ്പോയെന്ന് പറഞ്ഞാൽ അവിടെയും ഡ്രൈവർക്ക് കുഴപ്പമുണ്ട്. ഈ പഴഞ്ചൻ ടയറൊക്കെ ഇട്ടിട്ടായിരിക്കും പൊട്ടണത്. മനസ്സിലായില്ലേ? പിന്നെ ടയറൊക്കെ ചിലപ്പോൾ ഊരിത്തെറിച്ച് പോകണതും അത് ഓവർ സ്പീഡിലൊക്കെ വരുമ്പോഴാണ്. പതുക്കെ പോകുമ്പോഴേക്കും ടയർ തെറിച്ച് പോയാലൊന്നും ഒന്നും പറ്റുമൊന്നുമില്ല. ഇത് ഓവർ സ്പീഡൊക്കെ വരുമ്പോഴാണ്. ഏതായാലും വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ട് ശിക്ഷയൊന്നുമില്ല.
ഇപ്പം എന്താ ഇവിടുത്തെ പ്രധാനപ്പെട്ട ശിക്ഷ ലൈസൻസ് ക്യാൻസൽ ചെയ്യും. ലൈസൻസ് സസ്പെൻഡ് ചെയ്യും ആദ്യം, അതിന് ക്യാൻസൽ ചെയ്യും. അപ്പം ഈ ലൈസൻസ് ഇല്ലാത്ത ഒരാൾ വണ്ടി താക്കോലിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല. അതാണ് ഈ നിയമത്തിൻ്റെ, അതായത് ലൈസൻസ് ഇല്ലാത്ത എന്തോരം പേര് ഇപ്പോൾ വണ്ടി ഓടിക്കും. ഈ വണ്ടി ഓടിക്കുന്നതിൽ ഒരുപാട് പേർക്ക് ലൈസൻസ് ഇല്ല. അപ്പം ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടി സ്റ്റാർട്ടാകരുത്. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. ലൈസൻസ് ഇല്ലാത്ത ഒരാൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ടാകരുത്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കുറെ കഴിയുമ്പോൾ അതൊക്കെ വരും. ഈ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. ലൈസൻസ് ഇല്ലാത്ത ആളാണെങ്കിൽ ചിലപ്പോൾ കൈ വെച്ച് അവിടെ അടുത്ത് ഓണാവില്ല, അങ്ങനെയൊക്കെ വരും. ഇന്നിപ്പോൾ അതൊന്നുമല്ല. അപ്പം ഈ ലൈസൻസ് സസ്പെൻഡ് ചെയ്യലാണ് ഒരു വലിയൊരു ശിക്ഷ. വേറെ കാര്യമായിട്ട് ശിക്ഷ ഒന്നുമില്ല. പിന്നെ മദ്യപിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ കുറച്ചാൾ ശിക്ഷ കിട്ടും. അത് 7 വർഷം വരെയൊക്കെ ശിക്ഷ കിട്ടാം. മദ്യപിച്ച് ഓടിച്ച് അപകടം വരുത്തി ഒരാളെ കൊന്നാൽ അല്ലാത്തതിന് കാര്യമായിട്ട് ശിക്ഷയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ ഇപ്പം ആർക്കും പേടിക്കണ്ട, ആരെയും കൊന്നാലും പേടിക്കണ്ട, ശിക്ഷയൊന്നുമില്ല. കൂടി ഒന്ന് ലൈസൻസ് ക്യാൻസൽ ചെയ്യും പെർമനൻ്റ് ആയിട്ട്. ആരെന്താ ലൈസൻസ് ഇല്ല എന്നോ എന്താ വേറെ ആളെ വെച്ച് ഓടിക്കാൻ പറ്റില്ലേ? അപ്പം ഞാൻ പറയുന്നത് ഇതിനൊക്കെ ഈ വാഹനം മുട്ടി ഓടിച്ച് ഒരാൾ കൊന്നു കഴിഞ്ഞാൽ അവന് ശിക്ഷ കൊടുക്കണം, നല്ല ശിക്ഷ കൊടുക്കണം. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അവിടെ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ, അത് ശരിയാണ് തെറ്റെന്ന് അറിയാൻ പറ്റില്ല. കൊല കണ്ണ് എടുത്ത് അവൻ്റെ കണ്ണ് കളയുക, കൈ ഓരോ കണ്ണിന് കൈക്ക് കൈ എന്ന് പറഞ്ഞാൽ അതാണ് അവരുടെ നിയമത്തിൻ്റെ പ്രത്യേകത. പക്ഷെ അതിന് കുറേ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. അപ്പോൾ വാഹനാപകടം വന്ന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഓടിക്കുന്ന ഡ്രൈവർക്ക് വധശിക്ഷ കിട്ടാം. കുറേ ആൾ മുമ്പ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടി മരിച്ച് അശ്രദ്ധമായിട്ട് വാഹനം എടുത്താണെന്ന് പറഞ്ഞത്. അയാൾ കണ്ടില്ല, ഈ കുട്ടി നിൽക്കണ കണ്ടില്ല. വണ്ടി അടുത്ത് വളച്ചു വന്നപ്പോഴേക്കും അങ്ങോട്ട് കൊണ്ടൊന്നും വണ്ടി വളച്ചു, ഈ കുട്ടി നിൽക്കണ കണ്ടില്ല, മരിച്ചുപോയി. പക്ഷെ അയാൾക്ക് വധശിക്ഷ വിധിച്ചു കോടതി. അവിടുത്തെ ശരിയത്ത് കോടതിയാണല്ലോ അവിടെ. പിന്നെ എന്നിട്ട് ബ്ലഡ് മണി കൊടുത്ത് ഒരുപാട് ലക്ഷങ്ങൾ രൂപയ്ക്ക് ആരൊക്കെ ഇടപെട്ട് കൊടുത്തിട്ടാണ് അവിടുന്ന് അത് രക്ഷപ്പെട്ട് വന്നത്. അപ്പം അത് ഈ വാഹനാപകടത്തിൽ ഒരാളെ വാഹനം ഇടിച്ച് കൊന്നു കഴിഞ്ഞാൽ ഡ്രൈവർക്ക് ശിക്ഷ വേണം. അപ്പം ഞാനിവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇവിടെ കൊലപാതകങ്ങൾ 2 തരത്തിലാണ്. ഈ മനഃപൂർവമായ കൊലപാതകവും ഉണ്ട്, മനഃപൂർവ്വം അല്ലാത്ത നരഹത്യ. അതായത് നരഹത്യ അതായത് കൊലപാതകം. മനഃപൂർവമായ നരഹത്യയും മനഃപൂർവ്വം അല്ലാത്ത നരഹത്യ ഉണ്ട്. ഇപ്പോൾ ഒരുത്തൻ്റെ അടുത്ത് ഒരു വടിയെടുത്ത് ഇപ്പം ഞാൻ തന്നെ ഒരു അടി ഓടിച്ചു കൊടുത്തു. അവനെ കൊല്ലാനൊന്നും ഉദ്ദേശിച്ചതല്ല, പക്ഷെ അവൻ അടി കൊണ്ടവൻ ചത്തുപോയി കഴിഞ്ഞാൽ അത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ്. ഞാൻ അവനെ കൊല്ലാൻ ഉദ്ദേശിച്ചതൊന്നുമല്ല, കൊല്ലണമെന്ന് എനിക്ക് ഉദ്ദേശമില്ലായിരുന്നു. പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് വടിയെടുത്ത് അടിക്കുക, അവൻ ചത്തുപോയി. ഇപ്പം ചെയ്യാൻ പറ്റും. അപ്പം ഈ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഇപ്പം ഈ വാഹനാപകടം ഓടിച്ച ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് ചാർജ് ചെയ്യണത്. നരഹത്യ തന്നെ മനഃപൂർവ്വമല്ലാത്ത, അത് കാര്യമായിട്ട് ശിക്ഷയൊന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് ഇപ്പം ആൾക്കാർക്ക് ഈ വണ്ടി ഓടിക്കാനും കൊല്ലാനൊന്നും ഒരു പേടിയില്ലാത്ത. എങ്ങനെ ഓടിക്കാൻ പേടിക്കണ്ട. ആരും മദ്യവെച്ച് ഓടിച്ച് കൊല്ലാണ്ടിരുന്നാൽ മദ്യവെച്ച് ഓടിച്ചാൽ പിന്നെ ചിലപ്പോൾ ശിക്ഷ കിട്ടും, ജയിലിലൊക്കെ കിടക്കും. അതിനല്ലേ വെങ്കിട്ടരാമൻ രക്ഷപ്പെടാൻ, മറ്റേ IAS കാരൻ വെങ്കിട്ടരാമൻ അടിച്ച് പൂസായിട്ടാണ് ഓടിച്ച് ബഷീർ എന്ന് പറഞ്ഞ ഒരു മീഡിയ പ്രവർത്തകൻ മരിച്ചത്. അപ്പം ഇയാൾ ഡോക്ടറാണ്, ഇയാൾക്ക് ഇതിൻ്റെ നിയമങ്ങളൊക്കെ ഈ മദ്യപിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. അയാളെന്ത് ചെയ്ത് സൂത്രത്തിന് പോലീസിനെയൊക്കെ സ്വാധീനിച്ചിട്ടാകും. ഏതാണ്ടും രാത്രി അടിച്ചിട്ട് അടുത്ത ദിവസം രാവിലെയാണ് ഇവൻ്റെ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റിന് കൊണ്ടുപോയത്. അതൊക്കെ കേസൊക്കെ വരുമ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്തത് തന്നെ മനഃപൂർവ്വം ചെയ്താണെന്ന് വരും. അങ്ങനെ ഇയാൾ ഡോക്ടറായി, ഇയാൾക്ക് അറിവുള്ളതുകൊണ്ട് ഇയാൾ മനഃപൂർവ്വം വഹിച്ചാണെന്നൊക്കെ പറഞ്ഞാൽ അത് കേസൊക്കെ വരും. മനസ്സിലായി? ഇപ്പം ഏതായാലും കേസ് ഇപ്പം അയാൾ കൂളായിട്ട് കാണിക്കുകയാണ് IAS ഓഫീസറായിട്ട്. അപ്പം ഞാൻ പറയുന്നത് ഈ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണെങ്കിലും വധശിക്ഷ കൊടുക്കാം. മനഃപൂർവ്വം കൊന്നവർ പിന്നെ വധശിക്ഷ തന്നെ.
മനഃപൂർവ്വം അല്ലാത്ത നരഹത്യക്കും വധശിക്ഷ കൊടുക്കാം. അപ്പൊ അവന് അത് രണ്ട് തരത്തിലാവും. ഈ ശിക്ഷ നടപ്പാക്കുന്നത് രണ്ട് തരത്തിലാവും. അതായത് മനഃപൂർവ്വം കൊന്ന ആളെ നമ്മുടെ ഇവിടെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് തൂക്കി കൊല്ലുക ചെയ്യണം. മനഃപൂർവ്വം അല്ലാത്തവനെ തൂക്കി കൊല്ലണ്ട, അവനെ വല്ല മരുന്ന് കുത്തിവെച്ച് കൊല്ലുകയെ അങ്ങനെ എന്തെങ്കിലും വല്ല അനസ്തേഷ്യ തന്നെ ഹൈ ഡോസിന് അനസ്തേഷ്യ കൊടുത്ത് ചാവും, ഉറങ്ങി ചാവുക. അപ്പൊ അവനെ ഒരാളുടെ ജീവൻ എടുത്തവനെ അവന് ജീവിക്കാൻ അവകാശമില്ല. ഒരാളുടെ ജീവൻ എടുത്ത ആൾക്ക്, കാരണം ആ ഒരു നിരപരാധി വഴിയെ പോകണമെന്ന് നിരപരാധി ഒരു കുറ്റം ചെയ്തിട്ടില്ല, അവന്റെ ജീവൻ എടുക്കുക ഈ വണ്ടി. അതിന്റെ ആ മരണത്തിന്റെ ഉത്തരവാദിത്വം ഇവനെ ഏറ്റെടുത്ത് അവനെ എന്താ പറഞ്ഞ ഈ വധശിക്ഷ വല്ല മരുന്ന് കുത്തിവെച്ച് കൊല്ലി അങ്ങനെയൊക്കെ ചെയ്യണം. ഞാനിപ്പോൾ കൊല്ലണമെന്ന് ഞാൻ പറയണില്ല, പക്ഷേ ഒരു കാര്യമുണ്ട്, അവൻ്റെ നല്ല തുക നഷ്ടപരിഹാരം കൊടുക്കണം. ഇപ്പം അവന് അതിനകത്ത് രക്ഷപ്പെടണമെങ്കിൽ അവൻ്റെ രക്ഷപ്പെടണം എന്ന് പറഞ്ഞാൽ നല്ല തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1 കോടി രൂപ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെ 1-2 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് സാധാരണക്കാരൻ കൊടുത്താൽ കുഴപ്പമില്ല. ഇപ്പം 100 കോടി അല്ലെ 100 കോടിയുള്ള ഒരാൾ 1 കോടി രൂപ നട്ടുപരിഹാരം കൊടുത്തിട്ട് എന്താ കാര്യം? അവന് ബാക്കി 99 കോടി അവൻ്റെ ഇരിക്കുക. അപ്പം അങ്ങനെ നഷ്ടപരിഹാരം കൊടുത്താൽ പോരാ. 100 കോടിയുള്ളവൻ്റെ ഈ കംപ്ലീറ്റ് പിടിച്ചെടുക്കാം. അവന് ജീവൻ വേണമെങ്കിൽ, അവന് ജീവിക്കണമെങ്കിൽ അവൻ്റെ സ്വത്ത് മുഴുവൻ വിട്ടുകൊടുക്കാം. എന്നിട്ട് ഈ മരിച്ച വ്യക്തിയുടെ ബന്ധുക്കൾക്ക് വല്ല 1 കോടി 2 കോടി കൊടുത്താൽ മതി, ബാക്കിയുള്ള സർക്കാർ എടുക്കട്ടെ. അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. ഇവിടെ എന്താണ്, ഇവിടെ ആരെയും ഇടിച്ചു കൊല്ലാം. അതാണ് വാഹനാപകടത്തിൻ്റെ കാര്യം. ഇവിടെ ആരെയും ഇടിച്ചു കൊല്ലാം, ഒന്നും പേടിക്കണ്ട, മനസ്സിലേ. ഇപ്പോഴത്തെ ആ ഒരു ഡോക്ടർ അജ്മലും ഒരു ഡോക്ടർ ശ്രീകുട്ടിയും കൂടി ഈ കഴിഞ്ഞ ആഴ്ചയിലുണ്ട സംഭവം. ഒരു പെണ്ണ് മരിച്ച്. അവസാനം നോക്കിക്കോ, ഈ കേസ് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അത് അവസാനം ഒന്നുമില്ലാണ്ട് പോകും. അത് അവൻ പറയും ഞാൻ കണ്ടില്ല, ഇയാള് ഈ പെണ്ണ് കാറിൻ്റെ ബോണറ്റിൽ വീണിട്ട് അടിയിലേക്ക് തെറിച്ച് വീഴിയത്. ഇവര് അടിച്ച് പൂസായിരുന്ന നേരത്തും ഇതൊന്നും കണ്ടൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാം. ഞാൻ കണ്ടില്ല, ഈ മരിച്ച വ്യക്തി താഴെ കിടന്നത് ഞാൻ കണ്ടില്ല, അതുകൊണ്ട് എടുത്തതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ വക്കീലുമാരുണ്ടല്ല, എല്ലാത്തിനും വക്കീലുമാരുണ്ടല്ല എത്ര. അപ്പൊ അതാണ് ഞാൻ വാഹനാപകടത്തിൻ്റെ കാര്യം പറയുന്നത്, മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇന്ന് അവസാനിപ്പിക്കാം. ഓക്കെ, നമസ്കാരം.